നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തെത്തിയതിന്റെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച വിവിധ ധനസഹായ പദ്ധതികളുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ പോലുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും അല്ലെങ്കിൽ നമ്മളുടെ സ്മാർട്ട് ഫോൺ വഴിയും അപേക്ഷ നൽകുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഓരോ മാസവും 1000 രൂപ വീതം സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്ന കേരള സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അതുപോലെ പ്രജ്വല കണക്ട് വർക്ക് അഥവാ പ്രജ്വല സ്കോളർഷിപ്പ് എന്നീ 2 സ്കീമുകളിലേക്കുള്ള അപേക്ഷകളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി മാസം 1000 രൂപ വീതം നൽകുന്ന ധനസഹായം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിയമസഭാ ഇലക്ഷന് മുൻപായി തന്നെ 3-4 മാസം തുടർച്ചയായി ആനുകൂല്യം ഗുണഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഭാഗത്തു നിന്നുള്ള നടപടികൾ വരുന്നത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകളുടെ കോപ്പിയും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല, സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കൂ. സ്ത്രീ സുരക്ഷാ പെൻഷൻ 10 ലക്ഷത്തിലധികം പേർ അപേക്ഷ നിലവിൽ നൽകിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം നൽകേണ്ട രേഖകളുടെ അഭാവം മൂലവും പദ്ധതിക്ക് അർഹരായവർ അല്ലാത്തതിനാലും 1 ലക്ഷത്തിലധികം പേരുടെ അപേക്ഷകൾ തള്ളിക്കളഞ്ഞിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷന് അവസാന തീയതിയൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ഇനിയും അപേക്ഷിക്കാവുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ കരാറടിസ്ഥാനത്തിലോ ജോലിയില്ലാത്തതും മറ്റ് പെൻഷനുകൾ ലഭിക്കാത്തതുമായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. 2025 ഡിസംബർ 22 മുതൽ ഇതിലേക്കുള്ള അപേക്ഷകൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുള്ളവരായിരിക്കണം അപേക്ഷകർ. നിലവിൽ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ തുടങ്ങിയ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. സർവീസ് പെൻഷൻ, ഫാമിലി പെൻഷൻ, EPF പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാനാവില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, ഈ പദ്ധതിക്ക് അർഹയാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന കൂടി നൽകേണ്ടതുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ kesmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ് സഹിതം എന്നിവ അപേക്ഷയോടൊപ്പം ആവശ്യമാണ്. അർഹരായിട്ടുള്ളവർ ഇനിയും അപേക്ഷ വെച്ചിട്ടില്ലെങ്കിൽ ഉടനെ അപേക്ഷിക്കുക. ആവശ്യമായ രേഖകൾ കൂടി നൽകുക. അല്ലാത്തപക്ഷം അപേക്ഷ നിരസിച്ചാൽ വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തൊഴിലന്വേഷിക്കുന്ന യുവതീ-യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിനും മത്സര പരീക്ഷ തയ്യാറെടുപ്പുകൾക്കും സഹായകമെന്നായി ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രജ്വല കണക്ട് വർക്ക് സ്കോളർഷിപ്പ്. പ്രതിമാസം 1000 രൂപ വീതം 1 വർഷത്തേക്ക്, അതായത് പരമാവധി 12 മാസത്തേക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ഇതിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായം 18-നും 30-നും ഇടയിലായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. +2 ITI ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം പാസ്സായ ശേഷം നൈപുണ്യ വികസന കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ, PSC, UPSC, ബാങ്ക് ടെസ്റ്റ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കോ ഇതിലേക്ക് അപേക്ഷിക്കാം. നിലവിൽ മറ്റ് സർക്കാർ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഈ മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്കീമിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഔദ്യോഗിക പോർട്ടലായ eemployment.kerala.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം. പദ്ധതിയിൽ APL BPL റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണമെന്ന നിബന്ധനയാണുള്ളത്. ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത, ആദ്യം അപേക്ഷിക്കുന്ന അർഹരായ 5 ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക. അതിനാൽ എത്രയും വേഗം തന്നെ അർഹരായവർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുക. പുതിയ പദ്ധതികളിലേക്ക് അർഹരായവർ അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ കൂടെ സമർപ്പിക്കുവാൻ മറക്കരുത്. അപേക്ഷകളിൽ തെറ്റുകൾ വരാതെയും പരമാവധി ശ്രദ്ധിക്കുക. ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളും ഇപ്പോൾ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.